വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷോട്ട്സ്. LP UP LDC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബാക്കിയായ 20 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കഴിഞ്ഞ ആഴ്ച നടന്ന പ്രിലിമിനറി എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്: കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കി ജില്ലയിൽ. ആനമുടി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആര്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, PT ഉഷ. PT ഉഷയെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് PT ഉഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ, 2017. 2017 കൊച്ചി മെട്രോ നിലവിൽ വന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദിയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? കേരളത്തിലെ നദികളിൽ താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാമ്പാർ. പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദി. കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ പാമ്പാറാണ് ഇവിടെ ആൻസർ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് താഴെ തന്നിരിക്കുന്നതിൽ പാമ്പാർ. കബനി, ഭവാനി, പാമ്പാറി എന്നീ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കി എല്ലാ നദികളും പടിഞ്ഞാറാട്ടാണ് ഒഴുകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്താണ് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ്, അല്ലെങ്കിൽ ഭാരതപ്പുഴ നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: 2022 മികച്ച പിന്നണി ഗായികക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആര്? 2022 മികച്ച പിന്നണി ഗായികക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നഞ്ചിയമ്മ. നഞ്ചിയമ്മക്കാണ് 2022 ദേശീയ പുരസ്കാരം നേടിയത്. മികച്ച പിന്നണി ഗായികക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് നഞ്ചിയമ്മയാണ്. നഞ്ചിയമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി ജില്ലയിൽ. ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വംശനാശം സംഭവിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? വംശനാശം സംഭവിക്കുന്ന വരയാടുകളെ, അല്ലെങ്കിൽ നീലഗിരി താർ, അവയെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്?
ആൻസർ നമുക്കറിയാം ഇരവിക്കുളം ദേശീയോദ്യാനമാണ് വംശനാശം സംഭവിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം. വരയാടുകളെ പറയുന്ന പേരാണ് നീലഗിരി താർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ആൻസർ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്, നെയ്യാറ്റിൻകര താലൂക്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതാര്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്, അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അരുവിപ്പുറത്താണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. 1888 ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ് നടത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ കലാപം എന്താണെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 1924. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. 1924. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച സ്ഥാപനം ഏത്? ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് അരയ സമാജമാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചത്. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ, ധീവര സമുദായം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത, ബേപ്പൂർ മുതൽ തിരൂർ വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ വെരി സിമ്പിളാണ്, ധാരാളം പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? ആൻസർ
ഓപ്ഷൻ എ ആണ് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യം രൂപം കൊണ്ട ബാങ്ക്. നെടുങ്ങാടി ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് പാരീസ്. 2024 ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസിലാണ്. ആൻസർ ഓപ്ഷൻ എ പാരീസ്. 2024 ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസിലാണ്. 2020 ഒളിമ്പിക്സ് നടന്നത് ടോക്കിയോയിലാണ്, ജപ്പാനിലെ ടോക്കിയോ. 2024 ഒളിമ്പിക്സ് നടക്കുന്നത്, 2020 ഒളിമ്പിക്സ് ടോക്കിയോ ജപ്പാൻ, 2024 പാരീസ് ഫ്രാൻസ്. പാരീസ് ഫ്രാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ്. വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് 20 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന പ്രിലിമിനറി എക്സാമിലെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ധാരാളം മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LP UP അതേപോലെ തന്നെ LDC പരീക്ഷയും മറ്റു PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഏറ്റവും പുതുതായിട്ട് 2023 ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്ത് നിങ്ങൾ പരിശീലിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.